നമസ്കാരം, ഞാൻ ജിഷ്ണു വാസുദേവൻ നമ്പൂതിരി. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. മെയ് 15 മുതൽ ജൂൺ 14 വരെയുള്ള ഇടവമാസത്തിലെ ഫലമാണ് എന്ന് പറയുന്നത്. അശ്വതി ഭരണി കാർത്തികേക്കാൾ മേടക്കൂറുകാർക്ക് സാമ്പത്തികമായിട്ട് നല്ല സമയമാണ്. അവരുടെ ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറുന്ന ഒരു മാസം കൂടിയാണ് ഈ വരുന്നത്. അതുപോലെ തന്നെ അവർക്ക് ആഭരണങ്ങൾ മേടിക്കാനും വളരെ നല്ല സമയമാണ്. ശുക്രഭഗവാന്റെ സഞ്ചാരം ഉള്ളതുകൊണ്ട് ആരോഗ്യമൊക്കെ മെച്ചപ്പെടും. അതുപോലെ തന്നെ ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ വർദ്ധിച്ചു വരികയും ചെയ്യും. ആരെങ്കിലും പുതിയ ഗവൺമെന്റ് എക്സാം ഒക്കെ എഴുതുന്നുണ്ടെങ്കിൽ അതൊക്കെ വിജയിക്കാനും വളരെ നല്ല സമയം കൂടിയാണ് ഈ വരുന്ന ഒരു മാസം. അതുപോലെ പുതിയ വാഹനങ്ങൾ മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വാങ്ങാൻ സാധിക്കും. ഇപ്പൊ പുതിയ ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വളരെ നല്ല സമയമാണ്. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഈ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിരിക്കും. പുതിയ ബിസിനസ് മാത്രമല്ല, ഇപ്പൊ നടക്കുന്ന ബിസിനസ് ആണെങ്കിൽ പോലും അത് റൺ ചെയ്തുകൊണ്ട് പോകാനും വളരെ നല്ല സമയമാണ്. ലീഗൽ കേസൊക്കെ ഉണ്ടെങ്കിൽ അത് അനുകൂലമായിട്ട് വരികയും ചെയ്യും. ജോലി ചെയ്യുന്നവരുടെ ജോലിഭാരം കുറയും. ആ പ്രതീക്ഷിക്കുന്ന സാലറി ഇൻക്രിമെന്റ്, അതുപോലെ തന്നെ ട്രാൻസ്ഫർ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഈ നക്ഷത്രക്കാർക്ക് കിട്ടും. പുതിയ ജോലി തേടുന്നവർക്കും ഈ മാസം വളരെ അനുകൂലമാണ്. കുടുംബത്തിന് നല്ല സമാധാനമൊക്കെ ഉണ്ടാവും. ഈ നക്ഷത്രക്കാരുടെ കുട്ടികൾക്ക് ശുഭകാര്യങ്ങളൊക്കെ മംഗളകാര്യങ്ങൾ നടക്കാൻ വളരെ നല്ല സമയം കൂടിയാണ്. ഈ നക്ഷത്രക്കാരുടെ പങ്കാളി അവർക്ക് വളരെ അനുകൂലമായിട്ട് വരും. അതുപോലെ തന്നെ രാഷ്ട്രീയക്കാർക്ക് അവരുടെ ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് വർദ്ധിക്കാനും അതനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാനും പറ്റുന്ന സമയം കൂടിയാണ്. മീഡിയ, സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വരും. തീർച്ചയായിട്ടും അവരത് നല്ല രീതിയിൽ ഉപയോഗിക്കുക. വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസ കാലം വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസിന് പോകാനും അവർക്ക് അനുകൂലമായ സമയം കൂടിയാണ്. കൃഷി ജോലി ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അവർ പ്രതീക്ഷിക്കുന്ന ആ ഒരു പ്രോഫിറ്റ്, ആ ഒരു ഗുണം അവർക്ക് അവരുടെ കൃഷിയിടങ്ങളിൽ നിന്ന് കിട്ടും. ഗണവിധാനം പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. കാർത്തിക, മുക്കാല്, രോഹിണി, മകീര, മര, ഇടവക്കൂറുകൾക്ക് സാമ്പത്തികമായിട്ട് വലിയ കുഴപ്പമില്ലാത്തൊരു സമയമാണ്. ലീഗൽ കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് വരും. ഇവർ ആ ജോലി ചെയ്യുന്ന സമയത്തിലെ ജോലിയിടങ്ങളിൽ ഒരുപാട് ക്ഷീണം ഇവർക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് അവരുടെ ജോലി കൂടുതലുകൊണ്ടാവാം. എന്നിരുന്നാലും അത് അവരുടെ ജോലിയെ പ്രതികൂലമായിട്ട് ബാധിക്കും. അതൊന്ന് ശ്രദ്ധയിൽ വേണം. അതുപോലെ തന്നെ ആ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലിഭാരം വളരെ കൂടുകയും എന്നിരുന്നാൽ പോലും അവർ പ്രതീക്ഷിക്കുന്ന ആ ഒരു ലെവലിലേക്ക് അവർക്കത് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കും. ചിലപ്പോൾ ട്രാൻസ്ഫർ കിട്ടാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സുപ്പീരിയേഴ്സും ഇവർക്ക് അനുകൂലമായിട്ട് വരും. ഇനിയിപ്പോൾ വിദേശ യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്കത് അനുകൂലമായിരിക്കും. ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങളൊക്കെ ജോലിയിടങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറുകയും ചെയ്യും. ബിസിനസ് വളർച്ച ഒരു സ്ലോ ലെവലിലായിരിക്കും. എന്ന് വെച്ചാൽ അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തീർച്ചയായിട്ടും അവർക്ക് പ്രോഫിറ്റും ആ ഒരു ലെവലിൽ തന്നെ അവർക്ക് ഭാവിയിലേക്ക് കിട്ടുക തന്നെ ചെയ്യും. ഇപ്പോൾ പുതിയ ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും അനുകൂലമായ സമയമാണ്. കുടുംബത്തിൽ നല്ല സമാധാനമൊക്കെ ഉണ്ടാവും. ദമ്പതികൾ തമ്മിൽ നല്ലൊരു സ്നേഹപരമായ അന്തരീക്ഷമായിരിക്കും. ഇപ്പോൾ പുതിയ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും അനുകൂലമായ സമയമാണ്. അതുപോലെ തന്നെ പുതിയ വീട്, വാഹനങ്ങൾ വാങ്ങാനും ഹൗസ് വാമിംഗ് നടത്താനും ഇവർക്ക് യോഗമുണ്ട് ഈ വരുന്ന ഒരു മാസം. മീഡിയ രംഗത്തും കലാരംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വരികയും അതിൽ ആ എഗ്രിമെന്റ് സൈൻ ചെയ്യാനുള്ള യോഗമുണ്ട്. തീർച്ചയായിട്ടും അത് നോക്കിക്കണ്ട് വേണം മുന്നോട്ട് പോകാൻ. വിദ്യാർത്ഥികൾക്ക് ഹയർ സ്റ്റഡീസിന് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ശ്രമിക്കാം, അവർക്ക് പോകാൻ സാധിക്കും. കൃഷി ജോലി ചെയ്യുന്നവർക്കും വളരെ നല്ല സമയമാണ്. അവരുടെ തടസ്സങ്ങളൊക്കെ മാറി വരികയും ചെയ്യും. ശിവഭഗവാനെയും പാർവതിദേവിയും പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. മകീരം അവസാന ഭാഗം തിരുവാതിര, പുണർതം, മുക്കാല്, മിഥുനക്കൂറുകാർക്ക് സാമ്പത്തികമായിട്ട് വളരെ നല്ല സമയമാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം അവർക്ക് എക്സ്പെൻസും വളരെയധികം വർദ്ധിക്കുന്ന ഒരു ടൈം കൂടിയാണ്. ശുഭകാര്യങ്ങളും മംഗളകാര്യങ്ങളും കുടുംബത്തിൽ നടക്കാനും മറ്റ് ദേവാലയങ്ങളിൽ പോയി ചെയ്യാനും കൂടെ ഇവർക്ക് അനുകൂലമായ സമയമാണ്. അതുപോലെ പുതിയ വാഹനങ്ങൾ, ജ്വല്ലേഴ്സ് ഇതൊക്കെ മേടിക്കുന്നതിനും അതുപോലെ ലക്ഷറി ഐറ്റംസ് മേടിക്കാനും നല്ല സമയം കൂടിയാണ്. പാരമ്പര്യ സ്വത്ത് ഏതെങ്കിലും രീതിയിൽ പ്രശ്നമായിട്ട് കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് വരും. വിദേശയാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്കത് വളരെ നല്ലതാണ്. ആരോഗ്യമൊക്കെ മെച്ചപ്പെടും. അതുപോലെ ഈ നക്ഷത്രക്കാരുടെ ആ ഒരു ധൈര്യവും ആത്മവിശ്വാസമായിരിക്കും അവരെ മുന്നോട്ട് നയിക്കുക. കുടുംബത്തിൽ നല്ല സമാധാനമൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ പുതിയ വീട്ടിലേക്ക് മാറാനും ഒരു യോഗം ഈ നക്ഷത്രക്കാരിൽ കാണുന്നുണ്ട്. മംഗളകാര്യങ്ങൾ വീട്ടിൽ നടത്താനുമുള്ള യോഗമുണ്ട്.
കുടുംബാംഗങ്ങളിൽ ഈ നക്ഷത്രക്കാരുടെ ആ ഒരു ഫാമിലി സ്റ്റാറ്റസ് ഉയരുകയും ചെയ്യും. ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ നല്ലൊരു ടൈമാണ്. എന്തായാലും കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ ആ കോമ്പറ്റീഷൻ മാറുകയും ആ ചെയ്യുന്ന ജോലി വളരെ സക്സസ്ഫുൾ ആയിട്ട് ഭാവിയിലേക്ക് വരികയും ചെയ്യും. പുതിയ ഏതെങ്കിലും ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒരു സൈഡിൽ കൂടെ ഈ നക്ഷത്രക്കാർക്ക് ആലോചിക്കാവുന്നതാണ്. ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലിഭാരം കുറയുകയും പക്ഷേ അതേസമയം അവർക്ക് അഡീഷണൽ ആയിട്ട് ഒരുപാട് ജോലി ഉത്തരവാദിത്തങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുകയും ചെയ്യും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കും ഈ മാസം വളരെ നല്ലതാണ്. കൃഷി ജോലി ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമാണ്. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവർ പ്രതീക്ഷിക്കുന്ന ഒരു പൊസിഷനും അധികാരം കിട്ടാനും വളരെ നല്ല സമയമാണ്. വിദ്യാർത്ഥികൾക്കും അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സീറ്റ് കിട്ടാനും വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാനും നല്ല സമയം കൂടിയാണ്. ദുർഗാദേവി പ്രാർത്ഥിക്കുന്നതാണ്. പുണർന്ന അവസാന ഭാഗം പൂയം, ഐലം, കർക്കിടകക്കൂറ്. കർക്കിടകക്കൂറുകാർക്ക് സാമ്പത്തികം വലിയ കുഴപ്പമില്ലാത്തൊരു മാസമായിരിക്കും ഈ വരുന്നത്. പക്ഷേ അവർ ചെയ്യുന്ന എഫേർട്ടിനെല്ലാം ഒരു ഫലം കാണുന്ന ഒരു മാസം കൂടിയാണ് ഈ വരുന്നത്. അവരുടെ ആത്മവിശ്വാസമൊക്കെ വർദ്ധിച്ച് സ്വന്തമായി നല്ല ജോലി ചെയ്യാനും ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും. അതുപോലെ ഇവർക്ക് പുതിയ വാഹനം മേടിക്കാൻ, പ്രോപ്പർട്ടി മേടിക്കാനും അനുകൂലമായ സമയമാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നക്ഷത്രക്കാരുടെ ആരോഗ്യ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കണം. ശനിയുടെ സഞ്ചാരം ഉള്ളതുകൊണ്ടും അഷ്ടമത്തിലായതുകൊണ്ടും. ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. അവരുടെ തടസ്സങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ ബിസിനസ് റൺ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഏതെങ്കിലും രീതിയിലുള്ള ലീഗൽ കേസൊക്കെ ഉണ്ടെങ്കിൽ ആ കേസൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് വരികയും പുതിയ ബിസിനസ്സിൽ സൈൻ ചെയ്യാനും ഉള്ള യോഗം ഈ വരുന്ന ഒരു മാസമുണ്ട്. കുടുംബത്തിൽ നല്ല സമാധാനമൊക്കെ ഉണ്ടാവും. ദമ്പതികൾ തമ്മിൽ നല്ലൊരു സ്നേഹത്തിലുള്ള ഒരു അന്തരീക്ഷമായിരിക്കും ഈ വരുന്ന ഒരു മാസം കുടുംബത്തിലുണ്ടാവുക. പുതിയ ആഭരണങ്ങൾ മേടിക്കാനും ഒക്കെ യോഗം ഈ മാസമുണ്ട്. കുടുംബത്തിൽ ശുഭകാര്യങ്ങളും മറ്റ് പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മുടെ കുടുംബ പരദേവതയെ പ്രാർത്ഥിക്കുന്ന കാര്യം ഒരു കാരണവശാലും വിട്ടുപോകാൻ പാടില്ല. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് തീർച്ചയായിട്ടും വർദ്ധിക്കും. നല്ലൊരു പൊസിഷൻ ലഭിക്കും. കൃഷി ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ ശ്രദ്ധ ആ കൃഷിയിടങ്ങളിൽ കൊടുത്താൽ മാത്രമേ അവർ പ്രതീക്ഷിക്കുന്ന ആ ഒരു കൾട്ടിവേഷനും ആ ഒരു എഫർട്ടും അതിൽ നിന്ന് ആ ഒരു പ്രോഫിറ്റ് അവർക്ക് ലഭിക്കുകയുള്ളൂ. വിദ്യാർത്ഥികൾ കൂടുതൽ ശ്രദ്ധ അവരുടെ ആ വിദ്യാഭ്യാസത്തിൽ കൊടുത്താൽ മാത്രമായിരിക്കും വിദ്യാഭ്യാസം നല്ല രീതിയിൽ ഫ്ലഷ് ചെയ്ത് നല്ല സ്കോറിലേക്ക് എത്താൻ സാധിക്കുക. ശനി ഭഗവാൻ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. മകം, പൂരം, ഉത്തരം, കാല്, ചിങ്ങക്കൂറ്. ചിങ്ങക്കൂറുകാർക്ക് സാമ്പത്തികം വലിയ കുഴപ്പമില്ല. എന്നാലും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് പെട്ടെന്ന് വരുന്ന സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെ അവരുടെ ആ സുഹൃത്ത് വലയങ്ങളിലും പല അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യമൊക്കെ മെച്ചപ്പെടും. ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് ഗുണമായിട്ട് വരും. പക്ഷേ എന്ത് ചെയ്താലും പലതവണ ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് ഇവർ എത്താൻ പാടുള്ളൂ. ബിസിനസ് ചെയ്യുന്നവർക്ക് അത് ഇമ്പ്രൂവ് ആയി വരുന്നതും ഒരു സ്ലോയിലായിരിക്കും. അതുപോലെ പുതിയ ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നന്നായി പഠിച്ചതിന് ശേഷം മാത്രമേ തുടങ്ങാവുള്ളൂ. എടുത്തു ചാട്ടാൻ ഒരിക്കലും പാടില്ല. കോമ്പറ്റീഷനൊക്കെ തീർച്ചയായിട്ടും ബിസിനസ്സിലേക്ക് കുറയും. പാർട്ണർഷിപ്പ് ബിസിനസ്സും വളരെ ശ്രദ്ധിക്കണം. പാർട്ട്നേഴ്സ് തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതും വളരെ കെയർഫുള്ളായിട്ട് വേണം മുന്നോട്ട് പോകാൻ. ബിസിനസ് സംബന്ധമായിട്ട് ഒരുപാട് യാത്രകൾ ചെയ്യാനുള്ള യോഗവും ഈ നക്ഷത്രക്കാർക്കുണ്ട്. ജോലി ചെയ്യുന്നവരുടെ ജോലിഭാരം വളരെയധികം കൂടും. ഏത് ജോലി ചെയ്താലും അതിൽ വളരെ കോൺസെൻട്രേറ്റ് തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. കൂടെ ജോലി ചെയ്യുന്നവരും സുപ്പീരിയേഴ്സും ഈ നക്ഷത്രക്കാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരാനുള്ള യോഗവും ഈ മാസം ഉണ്ടാകും. എന്നിരുന്നാൽ പോലും ഇവരുടെ ആ ഒരു ക്ഷമ ഇവർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ നിന്നൊക്കെ ഇവർക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. കുടുംബത്തിൽ പല വിധത്തിലുള്ള തർക്കങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ കുടുംബാംഗങ്ങൾ തമ്മിലാണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാണെങ്കിലും കോംപ്രമൈസ് ചെയ്ത് പോവുക എന്നുള്ള ഒരേ ഒരു കാര്യം ചെയ്ത് മുന്നോട്ട് പോകേണ്ട, അല്ലെങ്കിൽ അത് പല വിധത്തിലുള്ള വലിയ തർക്കങ്ങളിലേക്ക് പോകാനുള്ള യോഗം ഈ മാസമുണ്ട്. കൃഷി ജോലി ചെയ്യുന്നവർക്ക് വളരെ നല്ല പ്രോഫിറ്റ് കിട്ടും. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ എഫർട്ട് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് വരാനുള്ള സാധ്യതയാണ്. എന്നിരുന്നാൽ പോലും അവരുടെ ആ ഒരു നെഗറ്റീവ് തോട്ട്, എനിക്കിത് കിട്ടിയില്ലല്ലോ എന്നുള്ള ആ ഒരു സംഭവം മനസ്സിൽ നിന്ന് മാറ്റി വെച്ച് അവർ വീണ്ടും എഫർട്ട് ചെയ്താൽ തീർച്ചയായിട്ടും ഭാവിയിലേക്ക് ഉയരാൻ സാധിക്കും. സിനിമ രംഗത്തും മീഡിയ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസത്തിൻ്റെ ഫസ്റ്റ് ഹാഫ്, അതായത് മെയ്യുടെ സെക്കൻഡ് ഹാഫ് ഈ നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയമായിരിക്കും. വിദ്യാർത്ഥികൾ അവരുടെ കരിയറിന് വേണ്ടിയിട്ട് വളരെ കൂടുതൽ ഹാർഡ് വർക്ക് എടുത്ത് പഠിച്ചാൽ മാത്രമായിരിക്കും അവർ ആഗ്രഹിക്കുന്ന ആ സ്കോറിലേക്ക് അവർക്ക് എത്താൻ സാധിക്കും. സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. ഉത്തരമുക്കാല്, അത്തം, ചിത്തിര, ആര, കന്നിക്കൂറ്. കന്നിക്കൂറുകാർക്ക് അവരുടെ ആ ഒരുപാട് ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മാറി വരുന്ന ഒരു സമയമായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ അവരുടെ ആ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും.
സാമ്പത്തികമായിട്ടും ആരോഗ്യമായിട്ടും വളരെ നല്ല സമയമാണ്. അതുപോലെ തന്നെ അവർ നേരത്തെ എടുത്ത എഫേർട്ടുകൾ പരാജയപ്പെട്ടു പോയതൊക്കെ അവർക്ക് നല്ലൊരു വിജയത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും. ഇപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള കോടതി കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അതും ഇവർക്ക് അനുകൂലമായിട്ട് വരും. തീർച്ചയായിട്ടും ഇവരുടെ ആ കുടുംബത്തിൽ നിന്നും ആ ദുഃഖങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മാറുകയും ചെയ്യും. ആ സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ വർദ്ധിച്ച് നല്ല രീതിയിലേക്ക് ഇവർക്ക് ഉയർന്നു വരാൻ സാധിക്കും. ബിസിനസ് ചെയ്യുന്നവർക്കും വളരെ നല്ല സമയമാണ്. എല്ലാ തടസ്സങ്ങളൊക്കെ മാറി പുതിയ ബിസിനസ് തുടങ്ങാനും ഈ നക്ഷത്രക്കാർക്ക് അതിൻ്റെ യോഗങ്ങളുണ്ട്. ഏതെങ്കിലും വിധത്തിലുള്ള ലീഗൽ കേസൊക്കെ ബിസിനസ്സിനുണ്ടെങ്കിൽ അതൊക്കെ ഇവർക്ക് ഫേവറായിട്ട് വരികയും ചെയ്യും. കുടുംബത്തിൽ നല്ല സമാധാനമൊക്കെ ഉണ്ടാവും. നേരത്തെ ഉണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ മാറും. ഈ നക്ഷത്രക്കാരുടെ സുഹൃത്തുക്കളായിട്ടോ ഭാര്യയല്ലേ പങ്കാളിയായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറി നല്ലൊരു സ്നേഹബന്ധത്തിലേക്ക് അടുക്കുകയും ചെയ്യും. പുതിയ വാഹനം, പ്രോപ്പർട്ടീസ് മേടിക്കാനുള്ള യോഗങ്ങളുണ്ട്. കുടുംബത്തിൽ സമാധാനവും മംഗളകാര്യങ്ങൾ നടക്കാനുള്ള യോഗങ്ങളുണ്ട്. ഈ നക്ഷത്രക്കാരുടെ കുട്ടികൾ മാതാപിതാക്കൾക്ക് അഭിമാനമുണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. വിവാഹം പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പ്രപ്പോസൽ നോക്കാം. ഈ നക്ഷത്രക്കാരുടെ മൂത്ത സഹോദരൻ അല്ലെ സഹോദരി അവർക്ക് അനുകൂലമായിട്ട് വരികയും ചെയ്യും. ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലിഭാരം കുറയും. എല്ലാ സുപ്പീരിയേഴ്സ് ഉൾപ്പെടെ എല്ലാവരും ഇവർക്ക് അനുകൂലമായിട്ട് വരുന്ന സാഹചര്യമുണ്ട്. സാലറി ഹൈക്ക് പോലെയുള്ള കാര്യങ്ങൾ, സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാവും. വിദേശത്ത് ജോലി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും ഇവർക്ക് അനുകൂലമായ സമയമാണ് ഈ വരുന്ന ഒരു മാസം. കൃഷി ജോലി ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമാണ്. അവർ പ്രതീക്ഷിക്കുന്ന ഒരു ലാഭം അതിൽ നിന്ന് ലഭിക്കും. മീഡിയ രംഗത്തും സിനിമാ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് പുതിയ കോൺട്രാക്റ്റുകൾ തീർച്ചയായിട്ടും ഈ മാസം തന്നെ അവർക്കുണ്ടാവും. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവർ പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥാനമാനങ്ങളും ആ ഒരു ഉയർച്ചയും അവരുടെ കരിയറിൽ ലഭിക്കും. വിദ്യാർത്ഥികൾക്കും വളരെ നല്ല സമയമാണ്. ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. ചിത്തിര അവസാന ഭാഗം, ചോതി വിശാഖം മുക്കാല് തുലാക്കൂർ. തുലാക്കൂറുകാർക്ക് സാമ്പത്തികമായിട്ട് വളരെ നല്ല സമയമാണ്. അതുപോലെ തന്നെ അവരുടെ ആരോഗ്യം മെച്ചപ്പെടും. അവർ സേവിങ്, ഇപ്പോൾ സാമ്പത്തികം സൂക്ഷിക്കുന്ന ഒരു പ്രവണതയുണ്ടെങ്കിൽ അതും ഇവർക്ക് നല്ലതാണ്. അതുപോലെ ദീർഘനാളായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതും ഇവർക്ക് അനുകൂലമായിട്ട് വരും. അത് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കും. ലീഗൽ കേസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് വരികയും പുതിയ വീട്, വാഹനങ്ങൾ മേടിക്കാനുള്ള യോഗവും ഈ നക്ഷത്രക്കാർക്ക്. ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലിഭാരം കുറയും. ആ ജോലിയിടങ്ങളിൽ അവർക്ക് നല്ല രീതിയിൽ ഫ്ലറിഷ് ചെയ്യാൻ സാധിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിദേശത്ത് ജോലി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് നല്ല രീതിയിൽ തന്നെ വളർന്നു വരും. ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങളോ കോമ്പറ്റീറ്റേഴ്സോ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി നല്ലൊരു ഉയർച്ചയിലേക്കായിരിക്കും ബിസിനസ് വളർന്നു വരിക. കുടുംബത്തിൽ നല്ല സമാധാനമൊക്കെ ഉണ്ടാവും. നേരത്തെ ഉണ്ടായിരുന്ന ആ പ്രശ്നങ്ങളൊക്കെ, ആ ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്ത് വരാനും നല്ലൊരു സമയമാണ്. ഈ നക്ഷത്രക്കാരുടെ സഹോദരങ്ങളൊക്കെ ഇവർക്ക് സപ്പോർട്ടീവായിട്ട് വരികയും ചെയ്യും. ശുഭകാര്യങ്ങളും മംഗളകാര്യങ്ങളും നടക്കാനുള്ള യോഗവും ഈ നക്ഷത്രക്കാർക്ക് അവരുടെ വീടുകളിലുണ്ട്. അതുപോലെ ഇവരുടെ കുടുംബ അംഗങ്ങളും, സഹോദരൻ മാത്രമല്ല കുടുംബ അംഗങ്ങളും ഇവർക്ക് അനുകൂലമായിട്ട് വരും. കൃഷി ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറി അവർക്ക് ഒരുപാട് അവസരങ്ങൾ വരികയും ആ ചെയ്യുന്ന ജോലിയിൽ നിന്ന് അവർക്കൊരു ആത്മസംതൃപ്തി കിട്ടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവും. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചുള്ള ഉയർച്ചയും സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും ആ ലീഡേഴ്സ് ഇവർക്ക് സപ്പോർട്ടീവായിട്ട്, ഡയറക്റ്റ് സപ്പോർട്ടീവായിട്ട് വരുന്ന സാഹചര്യം ഉണ്ടാവും. സിനിമ രംഗത്തും മീഡിയ രംഗത്തും പ്രവർത്തിക്കുന്നവർക്കും പുതിയ എഗ്രിമെൻറ്റുകൾ തീർച്ചയായിട്ടും ഈ മാസം തന്നെ ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ഉപരിപഠനത്തിനുള്ള യോഗങ്ങളൊക്കെ ഉണ്ടാക്കുക. എന്നാലും പേരൻസിൻ്റെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഇവർക്ക് വേണം. അവരുടെ സന്തോഷം ഉണ്ടെങ്കിൽ മാത്രമേ അതിലേക്ക് പോകാൻ പാടുള്ളൂ. മഹാലക്ഷ്മി ദേവി പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. വിശാഖം അവസാന ഭാഗം, മനിടം തൃക്കേട്ട വൃശ്ചികക്കൂറുകൾക്ക് സാമ്പത്തികമായിട്ട് വലിയ കുഴപ്പമില്ലാത്തൊരു സമയമാണ്. അവരുടെ ദീർഘനാളുകളായിട്ടുള്ള ആ ഒരു സ്വപ്നങ്ങളൊക്കെ പൂവണിയുന്ന ഒരു സമയം കൂടിയായിരിക്കും ഈ വരുന്ന ഒരു മാസം. ഈ നക്ഷത്രക്കാരുടെ സോഷ്യൽ സ്റ്റാറ്റസ് വർദ്ധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ആരോഗ്യം മെച്ചപ്പെടും. ആരോഗ്യത്തിന് വേണ്ടിയുള്ള ആ ഒരു മെഡിക്കൽ എക്സ്പെൻസൊക്കെ ഇവർക്ക് കുറഞ്ഞു വരികയും ചെയ്യും. അതുപോലെ പുതിയ വാഹനങ്ങൾ, പ്രോപ്പർട്ടി മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതിനും അനുകൂലമായ സമയമാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് ബിസിനസ് ആണെങ്കിൽ വളരെ നല്ല രീതിയിൽ ഫ്ലറിഷ് ചെയ്ത് വരാനും അനുകൂലമായ സമയമാണ് ഈ വരുന്ന ഒരു മാസം. വിദേശവുമായി ബന്ധപ്പെട്ട ബിസിനസ് ആണെങ്കിലും ഈ നക്ഷത്രക്കാർക്ക് നല്ലതാണ്. ഇപ്പോൾ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും ഈ വരുന്ന ഒരു മാസം അതിന് അനുകൂലമായ സമയമാണ്. ജോലി ചെയ്യുന്നവർക്കുള്ള ജോലിഭാരം കുറയും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുകയും കൂടുതൽ സാലറി ലഭിക്കുകയും ജോലി സമാധാനമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാവുകയും ചെയ്യും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കും ഈ വരുന്ന ഒരു മാസം വളരെ നല്ലതാണ്. കുടുംബത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ എല്ലാം സോൾവ് ചെയ്ത് സമാധാനപരമായിട്ട് കുടുംബം നയിക്കാൻ പറ്റും. മംഗളകാര്യങ്ങൾ, ശുഭകാര്യങ്ങളൊക്കെ നടക്കുകയും കുടുംബാംഗങ്ങളൊക്കെ ഇവർക്ക് സപ്പോർട്ടീവായിട്ട് വരുന്ന സാഹചര്യം ഉണ്ടാവും.
ഈ നക്ഷത്രക്കാരുടെ കുട്ടികൾ മാതാപിതാക്കൾക്ക് അഭിമാനം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവും. കൃഷി ജോലി ചെയ്യുന്നവർ വളരെ കെയർഫുൾ ആയിരിക്കണം. അവർക്ക് പല വിധത്തിലുള്ള ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഒരു ശ്രദ്ധ കൂടുതൽ കൊടുത്തു വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ കിട്ടുകയും പുതിയ റോള് ആ സ്ഥാനമാനങ്ങൾ ലഭിക്കാനുള്ള യോഗവും ഇവർക്കുണ്ട്. സിനിമ മീഡിയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പുതിയ എഗ്രിമെന്റുകൾ സൈൻ ചെയ്യാനും നല്ല നല്ല വർക്കുകൾ ഇവർക്ക് കിട്ടാനുള്ള അവസരമുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള സാധ്യതയുണ്ട്. വിദേശത്ത് പോകാനും സാധിക്കും. അതുപോലെ അത് മറ്റുള്ളവരുടെ ഒരു ഹെൽപ്പ് കൊണ്ട് പോകാൻ ശ്രമിക്കുന്നവർക്കും അതിനും നല്ല സമയം കൂടിയാണ്. മഹാവിഷ്ണു ഭഗവാൻ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. മൂലം പുരാടം ഉത്രാടം കാലം ധനുക്കൂറ്. ധനുക്കൂറുകാർക്ക് സാമ്പത്തികമായിട്ട് നല്ല സമയമാണ്. അതുപോലെ തന്നെ അവരുടെ സേവിങ്സ് ഒരു സമ്പാദ്യശീലം ഉണ്ടെങ്കിൽ അത് അവർക്ക് വളരെ ഗുണപ്രദമായിരിക്കും. അവരുടെ ചെലവുകളൊക്കെ കുറയുകയും ചെയ്യും. ദീർഘനാളുകളായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വിഷമതകൾ അവരുടെ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ മാറി വരാനും നല്ല സമയം കൂടിയാണ്. പുതിയ വാഹനം വീട് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ മാസം തന്നെ അവർക്ക് സാധിക്കും. ആരോഗ്യമൊക്കെ മെച്ചപ്പെടുകയും ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ചിലവാക്കുന്ന ആ ഒരു സാമ്പത്തികം കുറഞ്ഞ ആ ഒരു എക്സ്പെൻസ് കുറഞ്ഞു വരികയും ചെയ്യും. ബിസിനസ് ഒരു സ്ലോ ലെവലിലായിരിക്കും ഇംപ്രൂവ് ചെയ്യുക. എന്നാലും അവർ പ്രതീക്ഷിക്കുന്ന ആ ഒരു പ്രോഫിറ്റിലേക്ക് എത്താനുള്ള യോഗമുണ്ട്. ഇപ്പോൾ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് അനുകൂലമായ സമയമാണ്. വിദേശവുമായി ബന്ധപ്പെട്ട ബിസിനസ് ആണെങ്കിലും ഇവർക്ക് വളരെ നല്ലതാണ് ഈ വരുന്ന ഒരു മാസം. കുടുംബത്തിൽ സമാധാനമൊക്കെ ഉണ്ടാവും. ഈ നക്ഷത്രക്കാരുടെ പങ്കാളി ഇവർക്ക് അനുകൂലമായിട്ട് വരുന്ന സാഹചര്യം ഉണ്ടാവും. കുടുംബത്തിലെ മംഗളകാര്യങ്ങളും ശുഭകാര്യങ്ങളും നടക്കാനും കുടുംബക്കാരെല്ലാം ഇവർക്ക് ഒരു സപ്പോർട്ടീവായിട്ട് വരുന്ന സാഹചര്യം കൂടി ഉണ്ടാവും. ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലിഭാരം കുറയുകയും ഏതെങ്കിലും രീതിയിലുള്ള ചേഞ്ചസ് വേണം ജോലിയിൽ നിന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയും ചെയ്യും. ഇപ്പോൾ വിദേശത്തേക്ക് പോകാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നക്ഷത്രക്കാർക്ക് വിദേശത്ത് ജോലിക്ക് വേണ്ടിയിട്ട് പോകാൻ സാധിക്കും. രാഷ്ട്രീയ മേഖല പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. ലീഡേഴ്സൊക്കെ ഇവർക്ക് സപ്പോർട്ടീവായിട്ട് വരികയും പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുകയും ചെയ്യും. അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ ഉയർന്നു വരികയും ചെയ്യും. കൃഷി ജോലി ചെയ്യുന്നവർ വളരെ ശ്രദ്ധിച്ച് വേണം, വളരെ കോൺഷ്യസ് ആയിരിക്കണം. പല വിധത്തിലുള്ള നഷ്ടങ്ങൾ പെട്ടെന്ന് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാം ഒന്ന് മുന്നിൽ കണ്ടു വേണം ഇവർ ജോലി ചെയ്യുവാൻ. വിദ്യാർത്ഥികൾക്ക് നല്ലൊരു സമയം കൂടിയാണ്. പക്ഷേ പുറത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റിലേക്ക് പോയി ജോലി ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഹെൽപ്പ് കൊണ്ട് പോകാൻ കൂടി ഇവർക്ക് നല്ല സമയം കൂടിയാണ്. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടം അര മകരക്കൂറ്. മകരക്കൂറുകാർക്ക് സാമ്പത്തികമായിട്ട് നല്ല സമയമാണ്. അവരുടെ തടസ്സങ്ങളൊക്കെ മാറുകയും ഒരു പുതിയ വീട് വാങ്ങാനോ ഷിഫ്റ്റ് ചെയ്യാനോ ഈ മാസം ഇവർക്ക് നല്ല സമയം കൂടിയാണ്. ഈ നക്ഷത്രക്കാരുടെ ആ എഫർട്ടുകൾക്കെല്ലാം ഒരു ഗുണാനുഭവം കാണുന്നൊരു മാസം കൂടിയായിരിക്കും ഈ വരുന്ന ഒരു മാസം. ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് ഒരു സ്ലോയിലായിരിക്കും പോകുക. ഏതെങ്കിലും രീതിയിലുള്ള പെൻഡിങ് ആയിട്ട് ബിസിനസ്സുകൾ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്താൽ ഇവർക്ക് പ്രതീക്ഷിക്കുന്ന കൂടുതൽ ലാഭത്തിലേക്ക് ബിസിനസ് എത്തിപ്പെടാൻ സാധിക്കും. ജോലി ചെയ്യുന്നവരുടെ ജോലിഭാരം കുറയും. വിദേശത്തേക്ക് ജോലി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വളരെ നല്ല സമയമാണ്. ഈ നക്ഷത്രക്കാർക്ക് പുതിയ ജോലി ലഭിക്കാനും അതുപോലെ തന്നെ ഇപ്പോൾ ജോലി ഉള്ളവർക്ക് സാലറി ഹൈക്ക് ട്രാൻസ്ഫർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനും നല്ല സമയമാണ്. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കും പുതിയ ജോലികൾ കിട്ടാനും വിദേശത്ത് ലഭിക്കാനും കൂടി അനുകൂലമായ സമയമാണ് ഈ വരുന്ന ഒരു മാസം. കുടുംബത്തിൽ നല്ല സമാധാനമൊക്കെ ഉണ്ടാവും. ദമ്പതികൾ തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും മുന്നോട്ട് പോവുക. കുടുംബത്തിൽ മംഗളകാര്യങ്ങളും ശുഭകാര്യങ്ങളും നടക്കാനുള്ള യോഗങ്ങളൊക്കെ ഉണ്ട്. ഈ വിവാഹം പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആലോചനയെ നടത്താനും വിവാഹം നടത്താനും നല്ല സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക്. ഈ നക്ഷത്രക്കാരുടെ കുട്ടികളുടെ പ്രവർത്തനം കുടുംബത്തിലേക്ക് ഒരു സൽപ്പേര് വിളിച്ചു വരുന്നതായിരിക്കും. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും അതുപോലെ തന്നെ ആ രാഷ്ട്രീയ മേഖലയിലുള്ളവരുടെ ഈ നക്ഷത്രക്കാരുടെ ദീർഘനാളുകളായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ടാവും. ആ ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് മുന്നോട്ട് പ്രവർത്തിക്കാനും നല്ല സമയം കൂടിയാണ് ഈ വരുന്ന ഒരു മാസം. കൃഷി ജോലി ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമാണ്. അവർക്ക് ഒരുപാട് ലാഭങ്ങളൊക്കെ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുകയും ചെയ്യാം, ലഭിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് ഹയർ സ്റ്റഡീസിന് പോകാനും അവർക്ക് വളരെ നല്ല സമയം കൂടിയാണ്. നരസിംഹസ്വാമി പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. അവിട്ടം അവസാന ഭാഗം ചതയം പൂരിട്ടാതി മുക്കാലെ കുംഭക്കൂറ്. കുംഭക്കൂറുകാർക്ക് സാമ്പത്തികമായിട്ട് നല്ല സമയമാണ്. ആരോഗ്യമൊക്കെ മെച്ചപ്പെടും. പക്ഷെ അവരുടെ ഒരു ആത്മവിശ്വാസം കുറയുന്ന ഒരു ടൈമാണ് വരുന്നത്. തീർച്ചയായിട്ടും അവരുടെ ഹാർഡ് വർക്കിന് ഒരു നല്ല ഫലം കാണുകയും ചെയ്യും. പക്ഷേ ഇവർ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവരുടെ സുഹൃത്തുക്കളായിട്ട് ഇടപെടുമ്പോൾ ഇവരുടെ വാക്കുകൾ ഇവർ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.
ബിസിനസ് വളർച്ച ഒരു സ്ലോയിലായിരിക്കും വരിക. ആ പ്രോഫിറ്റ് ഒക്കെ ഒന്ന് ഡൗൺ ആവാനും അല്ലെങ്കിൽ അവർ ചെയ്ത ഇൻവെസ്റ്റ്മെന്റ് ഒരു സ്റ്റാഗ്നന്റ് ഒരു സ്തംഭനാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യവും ഇവർക്കുണ്ടാവും. എന്നിരുന്നാൽ പോലും ഇവരുടെ ആ ഹാർഡ് വർക്ക് നന്നായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് ഒരു പരിധി വരെ ഇവർക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. ജോലി ചെയ്യുന്നവരുടെ ജോലിഭാരം കൂടുകയും ആ ജോലി ഇടങ്ങളിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ എല്ലാം ശ്രദ്ധയോടുകൂടി ആ നല്ലൊരു കഠിനാധ്വാനത്തോടുകൂടി ശ്രമിച്ചാൽ ഇവർക്ക് അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനും സാധിക്കും. കുടുംബത്തിൽ അല്ലെങ്കിൽ കുടുംബ അംഗങ്ങളോട് സംസാരിക്കുമ്പോൾ ഇടപെടുമ്പോൾ ഇവർക്ക് ആ ഒരു ക്ഷമ അവർക്ക് വളരെ അത്യാവശ്യമാണ്. ആ ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് കരിയറിലായാലും കുടുംബജീവിതത്തിലായാലും മുന്നോട്ട് പോകാനും സാധിക്കുകയുള്ളൂ. ദമ്പതികൾ തമ്മിലുള്ള തർക്കങ്ങളിലേക്കും എത്തിപ്പെടാനും സാധ്യതയുണ്ട്. ആ ഒരു ടൈമിലും ഇവർക്ക് ആ ക്ഷമ വളരെ അത്യാവശ്യമാണ്. ഈ നക്ഷത്രക്കാരുടെ പങ്കാളിയുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ സ്ഥാനമാനങ്ങളും ഉത്തരവാദിത്തങ്ങളും ലഭിക്കുകയും ചെയ്യും. പക്ഷേ ഇവരുടെ ലീഡേഴ്സായിട്ട് ഇത് കോംപ്രമൈസ് ചെയ്ത് പോയാൽ മാത്രമായിരിക്കും ഇവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി മുന്നോട്ട് പോകാൻ സാധിക്കുക. കൃഷി ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും അവർ പ്രതീക്ഷിക്കുന്ന ആ ഒരു ലാഭത്തിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ സാധിക്കുക. വിദ്യാർത്ഥികൾക്ക് ഹാർഡ് വർക്കിലൂടെ അവരുടെ ഒരു ഹയർ സ്റ്റഡീസിന് പോകാൻ സാധിക്കുകയും നല്ല സ്കോർ വാങ്ങി ഒരു നല്ല ഫ്ലറിഷ് ചെയ്ത് വരാനും ഈ മാസം യോഗമുണ്ട്. ഹനുമാൻ സ്വാമി പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. പൂരിട്ടാതി അവസാന ഭാഗം ഉത്രട്ടാതി രേവതി മീനക്കൂറുകാർക്ക് സാമ്പത്തികമായിട്ട് നല്ല സമയമാണ്. പക്ഷേ ഒരു പെട്ടെന്ന് അപ്രതീക്ഷിതമായ ഒരുപാട് ചെലവുകൾ ഇവർക്ക് വരാനുള്ള സാധ്യത ഈ മാസമുണ്ട്. അതുപോലെ തന്നെ ദീർഘനാളായിട്ടുള്ള കടങ്ങൾ ഇവർക്ക് തീർക്കാനും സാധിക്കും. ഈ നക്ഷത്രക്കാർക്ക് മുമ്പ് പിണങ്ങിപ്പോയിട്ടുള്ള ഒരു സൗഹൃദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരികെ വരാനും അതുവഴി ഇവർക്ക് ആ നല്ലൊരു സൗഹൃദം മുന്നോട്ട് പോകുവാനുള്ള യോഗമുണ്ട്. ഗവൺമെൻറ്റിൽ നിന്നുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള സപ്പോർട്ടുകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുകയും ചെയ്യും. പുതിയ വാഹനവും പ്രോപ്പർട്ടി മേടിക്കാനുള്ള യോഗവും ഈ നക്ഷത്രക്കാർക്ക് ഈ മാസം ഉണ്ട്. ബിസിനസ് ഒന്ന് സ്ലോയിലായിരിക്കും വരിക. പക്ഷേ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആണെങ്കിൽ ഇവർക്ക് വളരെ കൂടുതൽ ലാഭം കൊയ്യാൻ സാധിക്കും. പാർട്ട്നേഴ്സായിട്ട് ഒന്ന് കോംപ്രമൈസ് ചെയ്ത് പോയാൽ മാത്രം മതി കൂടുതൽ ലാഭത്തിലേക്ക് ആ ബിസിനസ്സിനെ എത്തിപ്പെടുത്താൻ സാധിക്കും. കുടുംബത്തിൽ നല്ല സമാധാനമൊക്കെ ഉണ്ടാവും. ഈ നഷ്ടക്കാരുടെ പങ്കാളി ഇവർക്ക് സപ്പോർട്ടീവായിട്ട് തന്നെ വരും. ഏതെങ്കിലും രീതിയിലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് പങ്കാളിയോടായാലും കുടുംബാംഗങ്ങളോടായാലും കോംപ്രമൈസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാം. കുടുംബത്തിലെ മംഗളകാര്യങ്ങളും ശുഭകാര്യങ്ങളും നടക്കാനുള്ള യോഗവും ഈ നക്ഷത്രക്കാർക്കുണ്ട്. ഈ നക്ഷത്രക്കാരുടെ കുടുംബ പരദേവതയെ പ്രാർത്ഥിക്കുന്നതാണ്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ മാത്രമായിരിക്കും ഇവർക്ക് കൂടുതൽ ഫലം ഇവരുടെ കരിയറിൽ ലഭിക്കുക. ജോലി ചെയ്യുന്നവർക്ക് ജോലി ഭാരം കൂടും. പക്ഷെ ഇവരുടെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് ഇവർക്ക് അനുകൂലമായിട്ട് വരുന്ന സാഹചര്യം ഉണ്ടാവും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കും പുതിയ ജോലി കിട്ടാനും അതിലൂടെ നല്ല ഉയർച്ച കൈവരിക്കാനും സാധിക്കും. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ക്ഷമ ഒരു കൈമുതലായിട്ട് തന്നെ അവരെടുക്കണം. പെട്ടെന്ന് ധൃതി പിടിച്ചുള്ള ഒരു തീരുമാനങ്ങൾ ഒരു കാരണവശാലും എടുക്കരുത്. അത് പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് അവരെ കൊണ്ടുചെന്ന് എത്തിക്കും. തീർച്ചയായിട്ടും രാഷ്ട്രീയക്കാരുടെ ഈ നക്ഷത്രക്കാരുടെ ആ സോഷ്യൽ സ്റ്റാറ്റസ് വർദ്ധിക്കുക തന്നെ ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ കൃഷി ജോലി ചെയ്യുന്നവർക്ക് വളരെ ശ്രദ്ധിച്ച് വേണം അവരുടെ ആ ജോലിയിടങ്ങളിൽ അവർ പ്രവർത്തിക്കുവാൻ, അല്ലെങ്കിൽ പല നഷ്ടങ്ങൾ വരാനുള്ള സാധ്യതയും ഇവർക്കുണ്ട്. ഹാർഡ് വർക്കിലൂടെ മാത്രമേ കുട്ടികൾക്ക് അവരുടെ ആ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ സാധിക്കുള്ളൂ. ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. എനിക്കൊരു കാര്യം അത്യാവശ്യമായിട്ട് പറയാനുള്ളത്, ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് കഴിഞ്ഞ ആഴ്ചകളിൽ ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഒരുപാട് മെസ്സേജുകൾ 275 മെസ്സേജുകൾ എനിക്ക് പെൻഡിങ് ഉണ്ട്. അപ്പം ഈ കുറച്ചൊരു 5-6 ദിവസമെങ്കിലും എനിക്കൊരു ടൈം തന്നാൽ മാത്രമേ എല്ലാവരുടെയും മെസ്സേജ് കണ്ട് നിങ്ങൾക്ക് റിപ്ലൈ തരാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഒന്ന് ക്ഷമയോടുകൂടി ഒന്ന് കാത്തിരുന്നാൽ എന്നെ വിളിക്കുന്നവരുടെ ആ ഒരു പ്രശ്നങ്ങൾ ഞാൻ അത് മനസ്സിലാക്കി അതിന് കൃത്യമായിട്ട് സൊല്യൂഷൻ ഞാൻ തരണം. മറ്റൊരു സ്ഥലത്തേക്ക് വീണ്ടും അവർ പോകുന്ന സാഹചര്യം എനിക്ക് അത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് സമയമെടുത്ത് തന്നെ എനിക്ക് നോക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് കോപ്പറേറ്റ് ചെയ്ത് കുറച്ച് സമയം കൂടുതൽ തരണമെന്ന് മാത്രം അപേക്ഷിക്കുകയാണ്. നമസ്കാരം.